വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ബ്രൂക്ക് ഹെവൻ കളിക്കാൻ പോകണം റോബ്ലക്സിനകത്ത്. സോ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരു ഗെയിം ആയിരിക്കും ഇത്. കാരണം ഇത് നിങ്ങൾ ബ്രൂക്ക് ഹെവൻ എത്ര പേര് കളിച്ചിട്ടുണ്ട്? ഫസ്റ്റ് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ബ്രൂക്ക് ഹെവൻ എത്ര പേര് കളിച്ചിട്ടുണ്ട്? നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ സബും കൂടി ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ബ്രൂക്ക് ഹെവൻ ആരെ കളിച്ചിട്ടുണ്ടെന്ന്. സോ ഗൈസ്, എനിക്ക് തോന്നുന്നു ബ്രൂക്ക് ഹെവൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. സോ എനിക്ക് ഇതിനകത്ത് ഗെയിം എങ്ങനെയാണെന്ന് പോലും എനിക്കറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഞാൻ ബ്രൂക്ക് ഹെവൻ ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ കളിക്കുന്നത് തന്നെ. സോ എൻ്റെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്താണ് ബ്രൂക്ക് ഹെവൻ കളിക്കുന്നതെന്ന് ചോദിച്ചത്. സോ അവൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. സോ അപ്പം ഇത് ബ്രൂക്ക് ഹെവൻ നിങ്ങൾക്ക് നിങ്ങൾ കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കളിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യുക. സോ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മളെ വീട് കണ്ടുപിടിക്കാൻ. ഓക്കെ, ബ്രൂക്ക് ഹെവൻ ജംഗ്ഷൻ, ഇതാണ് ജംഗ്ഷൻ. യെസ് ഗൈസ്, ഇതാണ് ജംഗ്ഷൻ തോന്നുന്നു. സോ ഇപ്പം 11:51 ബ്ലഡി ഗൈസ്. ഇത് എന്താണ് ഓക്കെ എടാ, ഇത് നമുക്കൊരു ഹോം എടുക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മളിപ്പം നിൽക്കുന്നത് ഹോം 11-ലാണ്. സോ നമുക്ക് വേറെ ഒത്തിരി ഹോമിലോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ബെല്ലടിച്ചു നോക്കട്ടെ. ബെല്ലടിച്ചു, പക്ഷേ ആരും വരുന്നില്ല. സോ ഗൈസ്, നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് പണിയാൻ പറ്റുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. സോ ബെല്ലടിച്ചിട്ട് ആരും വന്നില്ല. നമുക്ക് ബാക്കിൽ കൂടി പോയി നോക്കാം ഗൈസ്, സോ ബാക്കിൽ ആരും ഇല്ലേ ഗൈസ്? ഇവിടെ ആരുമില്ലെന്ന് തോന്നുന്നു. ഉണ്ട് ഗൈസ്, ആരോ ഉണ്ട്. ഇതെന്താ മുടിയെ കഴിച്ചിട്ട് പ്രേതമാണോടാ ഇത് ഗൈസ്? ഇത് എടാ കേറാൻ പറ്റുന്നില്ലല്ലേ ഇത്? ഓക്കെ ഗൈസ്, ഇത് ആരുടെ വീടാന്ന് പോലും എനിക്കറിയില്ല. ഇത് ആരാണിത് എന്ന് പോലും എനിക്കറിയില്ല. സോ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോൾ എന്താ ചെയ്യണ്ടേ? അല്ല, ഇത് കഥ. ഞാൻ ഇവിടെ കയറി ഇരുന്ന എന്തരാ എന്നെ കിട്ട് പോടാ ഗൈസ്. ഞാൻ ആരുടെ വീട്ടിലാണെന്ന് പോലും എനിക്കറിയില്ല ഗൈസ്. ഇതെന്താണ്? ഹൂ ആർ യു? ഇതെന്താണ് ഗൈസ് ഇത് ഗൈസ്? അപ്പം ഞാൻ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. സോ ഗൈസ്, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് പറയുന്നത് നമുക്കില്ലാതൊരു വീട് പണിയാം. പിന്നെ ഗൈസ്, നമ്മളൊരു എന്താ പറയുക, റിലാക്സിങ് ആയിട്ടൊരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. മീൻസ് ഇതിനകത്ത് നമ്മൾ ചാവും, അത് ഒരു ഇതല്ല, നമ്മളിതിനകത്ത് ചാവും. ഏകദേശം ഒരു മൈൻക്രാഫ്റ്റിന്റെ ഇതാണ് ഗൈസ്. അപ്പം നമ്മൾ പുതിയ വേറൊരു സഹിത എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്. സോ ഗൈസ്, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ആരും ഇല്ല, ചെറിയൊരു വീടാണ്. സോ ആരും കാണത്തില്ല. സോ നമുക്കൊരു വീട് പണിയണം. പിന്നെ നമ്മളുടെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ലാസ്റ്റ് ഗൈസ്, വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഡ്രസ്സ് മാറ്റുന്നതായിരിക്കും. പിന്നെ അത് വെച്ചായിരിക്കും നമ്മൾ പിന്നെ ബ്രൂക്ക് ഹെവൻ കളിക്കാൻ പോകുന്നത് തന്നെ. സോ ഗൈസ്, അപ്പം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് 11 ആണ്. 11 ആണ്. സോ നമുക്ക് വേറൊരു സ്ഥലം എടുത്തു പോകണം. നമുക്ക് ഒരു 19 പിടിക്കാം ഗൈസ്, ഒരു 19 പിടിക്കാം. സോ 19 അല്ല, ഇത് വേറെ 17 സോ ഗൈസ്, എടാ ഞാൻ എന്താണ് ഈ സാധനം കാണിക്കുന്നത്? ഞാൻ കുത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ, ചുമ്മാ കുത്തിയതാണ്. സോ ഗൈസ്, ഇതാരാണ്? നീ ആരടാ? എടാ ഗൈസ്, ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. സോ അത് വിട്ടേക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമുക്കൊരു വീട് പണിയണം. സോ ഇത് വിട്ട് നമുക്ക് ഒരു 19 പിടിക്കാം. 17 19. ഓക്കെ, 19 ഗൈസ്. ഇതൊരു ഒഴിഞ്ഞൊരു സ്പേസ് ആണ്. സോ നമുക്ക് ഇവിടെ പണിയാം. അതാണ് ഗൈസ് 19. സോ നമുക്കിവിടെ ഈ വീട് പണിയണോ അതോ ഈ വീട്? അല്ല, ഇതിനകത്ത് നമുക്ക് പറ്റില്ല. ഈ വീട് പണിയാം ഗൈസ്, ഈ വീട് പണിയാം. ലോഡിങ് ആണ്, നമ്മളുടെ പുതിയൊരു വീട് പണിയാണ്. എടാ മോനെ, സീനും കേട്ടോ. നമുക്കൊരു വണ്ടിയൊക്കെ ഉണ്ട്, നമുക്കൊരു BMW ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇടാം. ഓക്കെ. സോ ഇതെന്താടാ നീല കളർ മാറും? ശരിയാടാ, കളർ ചെറുതായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. എടാ സത്യം മ്യൂസിക്. സോ ഇത് കിഡിന്റെ സാധനം കേട്ടോ. അതും വിട്ടേക്ക് ഗൈസ്. ഇത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. നമുക്ക് വേറൊരു എപ്പിസോഡ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും. സോ നമ്മളുടെ വീട് ഫുള്ള് നമ്മൾ മാത്രമേ ഉള്ളൂ ഗൈസ് ഈ വീട്ടിൽ. സോ ഇപ്പം ഉച്ചയ്ക്ക് 2 മണി. നമുക്ക് ചോറെല്ലാം കഴിക്കണ്ടേ ഗൈസ്? എനിക്ക് ചോറൊന്നും കഴിക്കണ്ട. സോ വാനൊക്കെ കിടപ്പുണ്ട് ഇവിടെ. സോ ഇതെന്താണ് പണിയെന്ന് എനിക്കറിയത്തില്ല. സോ ഗൈസ്, എൻ്റെ ഫ്രണ്ടാണ് ഈ കിടന്ന് ചെയ്യുന്നത്. സോ നമ്മളിവിടെ കയറി ഇരുന്നിട്ടുണ്ട്. ഇത് ആരുടെ വീടാണ് കേട്ടോ.
ഞാൻ എന്തോരം എന്റെ മണ്ടയ്ക്ക് കയറുന്ന. ഓക്കെ ഗൈസ്, സോ ഇത് പ്രേം അതൊക്കെ ആരാണ് ഗൈസ്? ആരാന്ന് പോലും എനിക്കറിയില്ല. സോ അവിടെ ഒരു എടാ എന്താ അത് വണ്ടി ഓടിക്കാറിയാത്തങ്ങാണ്ട് വണ്ടി ഓടിച്ചോണ്ട് പോവാണ് ഗൈസ്. ഇവിടെ ഒരാളിപ്പോ ഉണ്ട്. സോ ഗൈസ്, നമുക്ക് തോന്നി ഇതൊരു പിസ്സ കടയാണെന്ന് തോന്നുന്നു. സോ നമുക്കൊരു ഹായ് കൊടുക്കാം, അല്ലെങ്കിൽ ഹലോ എന്ന് കൊടുക്കാം. ലോൽ ഗൈസ്, ഹായ് എന്ന് എടുത്തിട്ടുണ്ട്. എടാ അത് തന്നെ ഗൈസ്, നമ്മൾ പിസ്സ കടയാണ്. പക്ഷെ ഇവിടെ എന്താണ് ഇങ്ങനെ കാണിച്ചത്? സോ എടാ ഇതൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമുക്കൊരു പിസ്സ വാങ്ങിക്കാം, അതിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഓക്കെ, ഹായ് സാർ. കണ്ടോ ഗൈസ് നമ്മളെ. സോ ഇതിനകത്ത് ഹായ് സാർ നമ്മൾ എന്തായിരിക്കും ഗൈസ്? നമുക്കൊരു പിസ്സ വേണമെന്ന് പറയാം, പക്ഷെ ആദ്യമേ നമ്മൾ അകത്ത് കയറണ്ടേ ഗൈസ്? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അകത്തോട്ട് കയറാം. ക്ലോസ്ഡ് എന്നാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്, അതാണൊരു പ്രശ്നം. സോ നമുക്ക് കയറാം. ക്ലോസ്ഡ് എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷെ ഓക്കെ സോ ഇനി നമുക്ക് ആയി വേണ്ട പിസ്സ എന്ന് പറയും ഗൈസ്. ഇതെന്താ ഇത്? അവിടെ ഇവിടെ കുറെ പിസ്സയുണ്ട്, പക്ഷേ നമ്മൾ പറയണം യെസ് സാർ അല്ല. സോ ഗൈസ്, അപ്പം നമുക്ക് ഒന്നും കൂടി ചോദിക്കാം. വാട്ട് ഡു യു വാണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയായിരുന്നു, പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ക്യാൻ ഐ ഗെറ്റ് എ പിസ്സ എന്ന് ചോദിച്ചു നോക്കാം. പിസ്സ. ഓക്കെ ഗൈസ്, ഓക്കെ. സോ ക്യാൻ ഐ ഗെറ്റ് എ പിസ്സ കിട്ടുമോ? ഞാനിപ്പം പറഞ്ഞെന്താണെന്ന് കേട്ടില്ലേ? ഓക്കെ. 10 അല്ല ഗൈസ്, നമ്മൾ പൈസ എവിടുന്ന് കൊടുക്കും? അതാണ് എനിക്കറിയാത്തത്. എടുക്കടാ, ടേക്കടാ. ഓക്കെ. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വീട്ടിൽ പോവാം. ഒരു മിനിറ്റ്, താങ്ക് യു എന്ന് കൊടുത്തേക്കാം. അല്ലെങ്കിൽ ചിലപ്പം ഇറ്റ്സ് ഗൈസ്, എൻ്റെ പൈസ ഇല്ല, ഞാൻ തിരിച്ചു തന്നാൽ മതിയോ ഇത്? സോ നമുക്ക് ഒരെണ്ണം കൊടുത്താലും അല്ല, നമുക്ക് പിസയും കൊടുക്കും ഗൈസ്. കൊടുത്തില്ല ഞാൻ. നമുക്ക് വീട്ടിൽ പോവാം, അത്രേ ഉള്ളൂ. നമ്മൾ പിസ കഴിച്ചില്ല, പക്ഷെ നമ്മുടെ കൈ ഇരിപ്പുണ്ട്. ഇത് അടുത്ത ആള്. എടാ ഞാൻ ഇവരെന്തിനാ എന്റെ പുറകെ വരുന്നേ? സാർ ഞാൻ പൈസ തന്നായിരുന്നു. അല്ല ചേച്ചി, ഞാൻ പൈസ തന്നായിരുന്നു. പോയിക്കോ. ഓക്കെ, രാത്രി ആയിട്ടുണ്ട്. സോ നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങേണ്ടതാണ്. സോ നമുക്ക് നേരെ ട്രാവൽ ചെയ്യാം. ഓക്കെ, നമ്മളുടെ വീട്ടിൽ എത്തി. സോ ഗൈസ്, അപ്പം നമുക്ക് നേരെ പോവാം. നേരെ. ഓക്കെ ഗൈസ്, പോയി കിടന്ന് ഉറങ്ങാം. നമുക്ക് ചുമ്മാ സോഫയിൽ കിടന്ന്. ഗൈസ് മൂണൊക്കെ കണ്ടോ? കിടില്ല, നല്ല ഗ്രാഫിക്സ് ആണ് ഗൈസ്, കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സ് ആണ്. നമുക്ക് സോഫയിൽ ഇരുന്ന് ഒരു റിലാക്സ് ഒക്കെ ചെയ്ത് പതുക്കെ പോയി ഗൈസ്. നമുക്കിനി പോയിട്ട് നമുക്ക് ഗൈസ് നമ്മുടെ പി സി ഉണ്ട്, ഫുള്ള് സെറ്റപ്പ് ഉണ്ട്. എടാ ഗോൾഡൻ പ്ലേ ബട്ടൺ, എടാ മോനെ കൊള്ളാം കേട്ടോ സംഭവം. സോ ഗൈസ്, നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടനൊക്കെ വേണം. സോ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ സബ് ചെയ്തിട്ട് നിങ്ങൾ ലൈക്കും കൂടി ചെയ്ത് വെച്ചേക്കാം. എടാ ഇത് അടുത്ത ഗെയിമിംഗ് സ്റ്റേഷൻ കൊള്ളാം. ഇത് ഗെയിമിംഗ് സ്റ്റേഷൻ തന്നെയാണോ? എനിക്കൊരു ഡൗട്ട്. ഇത് എത്ര എണ്ണമാടാ ഇത്? പക്ഷെ ഇവിടെ ഞാൻ തോന്നുന്നു സ്ട്രീം ചെയ്യുന്നത്, കാരണം മൈക്കൊക്കെ ഇരിക്കുന്ന പോലെ തോന്നി എനിക്ക്. സ്പീക്കറൊക്കെ ഉണ്ട്. എടാ മോനെ, ഇത് ഭയങ്കര റിച്ച് വീടാണ് കേട്ടോ. ഇത് പിന്നെ നമ്മൾ സോഫയിൽ കയറി ഇരിക്കുകയാണ്. എടാ ഇതെന്ത് സാധനം? ഇത് നമ്മുടെ ബാത്റൂമാണ്, നമ്മൾ കൈയൊക്കെ കഴുകണം. സോ നമുക്ക് എടാ ഇവനിപ്പോഴേ ഞാൻ കയറിയിരിപ്പ് തുടങ്ങി. നമുക്ക് ഷവർ ചെയ്യാം. എടാ കുളിക്കുന്ന. ഓക്കെ, അങ്ങനെയുണ്ടോ? ഡ്രസ്സൊന്നും വരത്തില്ല, അവൻ കണ്ണാടിയൊക്കെ വെച്ചോണ്ടാണ് കുളിക്കുന്നത്. പവറാണ് യേശുവൻ. കൊള്ളാല്ലേ അവൻ സോപ്പൊന്നും പിന്നെയും കയറി അതിനകത്തിരുന്നു. അവൻ സോപ്പൊന്നും തേക്കത്തില്ല യേശു, അവൻ ഷർട്ടിന്റെ ഇതിനകത്തിട്ടാണ് തേക്കുന്നത്. എന്ത് കഷ്ടമാണ് ഇതിനെ കൊണ്ട്. വാഷ് ഹാൻഡ്സ്, പിന്നെ ഇതിനകത്ത് വാഷ് ഹാൻഡ്സ് എടുത്തിരുന്നത്. നമുക്ക് കിടന്നുറങ്ങാം. പിസ്സ ഇതെങ്ങനെ തിന്നുന്നേ? ഓക്കെ, നമുക്ക് ഇത് അൺഒക്യുപ്പൈ ചെയ്യണം. ഞാനും അൺഒക്യുപ്പൈ ചെയ്യണം. ഓക്കെ, സോ നമ്മൾ കിടന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ. സോ നമ്മളിങ്ങനെ ഗൈസ് രാവിലെ ആയിട്ടുണ്ട്. സോ ഇവിടെ ഇച്ചിരി എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ച് ഇറങ്ങിയതാണ്. ബട്ട് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒന്നുമില്ല ഗൈസ്. നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം പറയാം. പക്ഷെ ഇതിനകത്ത് എന്താണ് ഗുണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പക്ഷെ എന്തെങ്കിലും ഒന്ന് പറ. രാവിലെ ആയില്ലായിരുന്നില്ലേ? ഞാൻ എണ്ണീറ്റിങ്ങി പോരുന്നു. 9:47 ആയതേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഈ സമയത്ത് പുറത്തിറങ്ങി നടക്കുവാണ് ഗൈസ്. ചുമ്മാ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുവാണ്.
സോ ഇതാണ് അവളുടെ വീടിന്റെ സൈഡിലെ ലുക്ക്. കൊള്ളാം, സംഭവം കൊള്ളാം. സോ നമുക്ക് ലാസ്റ്റ് മോഡിഫൈ ഒക്കെ ചെയ്ത് സെറ്റ് ആക്കണം കേട്ടോ. നമ്മളിനി എന്ത് ചെയ്യും, ഇവിടെ എന്തോ സംഭവമുണ്ട്, ബ്രൂക്ക്ഹെവൻ സ്റ്റേബിൾസ്. എന്താണ് സ്ഥാനം? ഗൈസ് നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടത്. സോ ഗൈസ് നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. ഇതല്ല എൻ്റെ വീട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു വീടുണ്ട്. ഈ വീട് കയറി നോക്കാം. അല്ല, ഒരു കാറുണ്ട്. അപ്പൊ കാർ കയറി ഒന്ന് ഓടിച്ചു നോക്കാം. ഇവരോടാ ഇതെങ്ങനെയാണ് കൺട്രോൾ? ഓ, ഇങ്ങനെയാണ് വെച്ചാൽ കൺട്രോൾ. എടാ ചുമ്മാ അല്ല അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് കാറും കൊണ്ട് പോയത്. ഇതെന്ത് കഷ്ടമാണ്, ഇതെന്ത് പാടായത്. ഇവിടെ ഞാൻ പോവാ, അല്ല ഞാൻ ഇറങ്ങിയതാണ്. പക്ഷെ ഇവനെന്തോടെ ഇങ്ങനെ നടക്കുന്നേ. ഇങ്ങനെയൊക്കെ ആക്കാൻ കഴിച്ച് നമുക്ക് പക്ഷെ ഒത്തിരി ഇതൊന്നും വേണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ ഫുള്ള് റെയിൻബോ കളർ ബ്ലാക്ക് ആക്കിയിട്ട് ഒരുമാതിരി ആയി പോകുന്നത്. അത് ഒരുമാതിരി ലുക്കാണിത്. അത് വേണ്ട കേസ്. നമുക്കൊരു മീഡിയം ആയിട്ട് കേസ്, ഒരു സാധാരണ ലുക്കൊക്കെ മതി. കുഴപ്പമില്ലാത്ത ലുക്കായിരുന്നാൽ കുഴപ്പമില്ല കേസ്, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. സോ ഇത് 6 വീട്, അത് 6 വീടാണ്, എൻ്റെ വീടല്ലേ. പക്ഷെ 11 മണിയായി കേട്ടോ. നമ്മളിപ്പോൾ കറങ്ങി നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. ഓക്കെ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. നമുക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ വരാം. എടാ ഒരു കാറുണ്ട്, പക്ഷെ അതിന്റെ പറയുന്നുണ്ട്. എടാ ന്യൂ ബാലോ ഗൈസ്, ന്യൂ ബാലോ കൊള്ളാലോ, നല്ല പേരാണ്. ഓക്കെ, സോ നമുക്ക് മേളിലൊക്കെ പോയി. എന്തോടാ നമ്മള് ഇങ്ങനെ കിടക്കുന്നേ? എന്തിട്ടാ അത്? എടാ നമ്മള് പിന്നെ സ്പോൺ. എടാ എനിക്ക് തോന്നുന്നു നമ്മളെ കൊന്നു. നമുക്ക് നേരെ തിരിച്ചൊന്നും കൂടി പോവാൻ വീട്ടിൽ. ഓക്കെ, ഇവിടെ റെഡ് ആണല്ലോ ഫുള്ള്. എനിക്ക് തോന്നിയത് സൈക്കോയുടെ വീടാണിത്. സോ നമുക്ക് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവാം. സോ ഇവിടെ നമ്മൾ നേരത്തെ വന്നതാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. സോ ഗൈസ്, അപ്പം നമുക്ക് ഇതിനകത്ത് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. എനിക്ക് എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. നമ്മളെ പിസയുണ്ട്, ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. പ്ലേ ബട്ടൺ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ആണ്. സോ നമുക്ക് ഒന്നുകൂടി കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ വന്നാലോ? നമുക്കൊക്കെ ഒന്നുകൂടി കിടന്ന് ഉറങ്ങിയിട്ട് വരാം. എടാ ഓക്കെ, സോ ഗൈസ് നമ്മൾ ഇങ്ങനെയാണ് കിടന്ന് ഉറങ്ങുന്നത്, നിങ്ങളെല്ലാവരും കണ്ടോളൂ. സോ കിടന്നിറങ്ങി എണീറ്റിട്ട് ഞാൻ എന്താ വരുന്നു. സോ ഗൈസ് നിങ്ങളുടെ മാജിക് ഉണ്ടോ? ഞങ്ങൾക്ക് അത് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം രാവിലെയായി. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ പോയിട്ട് നമ്മളെ ഫുള്ള് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് സെറ്റ് ആക്കി എടുക്കണം. നമുക്ക് ഇപ്രാവശ്യം ഫുള്ള് കളർ ചേഞ്ച് ചെയ്ത് സെറ്റ്. എടാ ഇതാരാ ഇത്? എൻ്റെ പുറകെ ഒരു കൊച്ചിറങ്ങാൻ നടക്കുന്നില്ല. ഇവനെ പിടിച്ച് മാറ്റണം കേട്ടോ, ഇവ അല്ലെങ്കിൽ ശല്യ അവസാനം. സോ നമുക്ക് ഇതിനകത്ത് എവിടെയാണ് മാറ്റേണ്ടതെന്ന് എനിക്കറിയില്ല, സത്യം പറയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കളിക്കാൻ അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എവിടാണ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഇത് വേറെ ആരാണ്ട് വന്നു. സോ നമുക്ക് എല്ലാം മോഡിഫൈ ചെയ്തിട്ട് ഞാൻ സെറ്റ് ആക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ് ഞാൻ ഫുള്ള് മോഡിഫൈ ചെയ്ത് അവിടെ കിഡിലെ ലുക്ക് ആക്കിയിട്ടുണ്ട്. അത്രയ്ക്ക് ആയില്ലെങ്കിലും ഗൈസ് നമ്മളൊരു മീഡിയത്തിനൊരു ലുക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം കിഡിലൊക്കെ ലുക്കൊക്കെ ചെയ്യാം. സോ ഗൈസ് അപ്പം നമ്മളിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, ബൈ ബൈ.